കാലൊന്ന് തെന്നിപ്പോയിന്നാ പറഞ്ഞത്. അവിടെ എത്തിയപ്പോഴേക്കും ആളിനെ ശരിയാക്കിന്നാ പറഞ്ഞത്. അപ്പൊ എക്സ്റേ എടുത്തിട്ട് ചെറിയൊരു പൊട്ടുള്ള പോലെ ഉണ്ട്. ഡൗട്ട്ഫുൾ ഫ്രാക്ചറാണ് ഈ ഭാഗത്തുള്ള എല്ലുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു കീറലുണ്ട്. അതിനോട് ബ്ലഡ് വരുന്നുണ്ട്. സ്വിച്ച് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഇടണം. കാരണം ഓർത്തോ ഓൺകോളുണ്ട്. സാറ് വിളിച്ച് സംസാരിച്ചു. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 24 hours ഒബ്സർവേഷനും ആന്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടി. സ്വിച്ച് ചെയ്തിട്ട് വേണം പ്ലാസ്റ്റർ ഇടാൻ. ഡോക്ടർ വരുമോ? സാറ് വന്ന് കാണേണ്ടതാണ്. വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വിളിക്കൂ. ഇതിപ്പോ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു BJPയുടെ അനുഭാവി അല്ലെങ്കിൽ ഒരു പ്രവർത്തക എന്നൊക്കെ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ള ഒരു യുവതിക്ക് ഒരു കാലിനൊരു ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവിടെ ആശുപത്രിയിൽ ചെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് സംസാരിക്കുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ചില സ്ക്രീൻഷോട്ടുകൾ എടുത്തുകൊണ്ട് ചില അന്തംഗമികൾ, പ്രത്യേകിച്ച് CJP കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണങ്ങളിൽ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് രാഹുലിനെ കോൺഗ്രസിന് വേണ്ട. അതുകൊണ്ട് രാഹുൽ ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണങ്ങൾ, ഈ കാട് പിടിച്ച പ്രചരണങ്ങൾ നടത്തുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടപ്പോ ഇതിന്റെ ഒറിജിനൽ വീഡിയോ തപ്പി നടന്നു. അങ്ങനെ ഇതിന്റെ ഒറിജിനൽ വീഡിയോ കിട്ടി. അതിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സൈബർ സഖാക്കളാണ് എസ്പെഷ്യലി മുന്നിൽ നിൽക്കുന്നത്. കാരണം BJPക്ക് രാഹുൽ അങ്ങോട്ട് എത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല. അവർക്ക് ആ ആഗ്രഹമുണ്ട് താനും. എന്നാലും സൈബർ സഖാക്കള് അവരുടെ പാളയത്തിലേക്ക് രാഹുൽ എന്തായാലും കയറി ചെല്ലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ രാഹുലിനെ താറടിക്കാം, അതോടൊപ്പം കോൺഗ്രസിനെയും താറടിക്കാം, കൂട്ടത്തിൽ ഒരു കൊട്ട് BJPക്കും കൊട്ടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചരണങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രാഹുൽ ഇന്നലെ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചു. അതൊരു BJP പ്രവർത്തകയാണ്. യെസ്, ഓഫ് കോഴ്സ്. തൻ്റെ മണ്ഡലത്തിലുള്ള ആ മണ്ഡലത്തിലെ വോട്ടറായിട്ടുള്ള ഒരാള്, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അയാൾക്കൊരു അപകടം പറ്റി, അടുത്ത തന്നെ ആശുപത്രിയിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ആശുപത്രിയിൽ അവിടെ തന്നെ സ്ഥലത്തുള്ള MLA ആ ആശുപത്രിയിൽ ഒന്ന് ചെന്നു, അവരെ സന്ദർശിച്ചു. എന്താണ് കാര്യം എന്നുള്ള കാര്യം ഡോക്ടർമാരോട് തിരക്കി. ഇതിൽ എന്താണ് ഇത്ര കുഴപ്പം? അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്, ഒരു MLA എന്നുള്ള രീതിയിൽ അയാള് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരുടെ മാത്രം പ്രതിനിധിയല്ല, അയാൾ ആ മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് യോജിച്ചതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ ഉള്ളതുപോലെയല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു കഴിയുമ്പോൾ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ തൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും തൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ പെടുന്നവരാണെങ്കിലും അവരുടെയൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളിലും അവരുടെയൊക്കെ ആവശ്യങ്ങളിലും അവരുടെയൊക്കെ പരാതികളിലും ഒക്കെ എല്ലാത്തിലും കൂടെ നിൽക്കണം എന്നുള്ള കാര്യമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ കാര്യത്തിലും പറയാനുള്ളത്. ഒരു MLA ആകുമ്പോൾ, ഒരു ജനപ്രതിനിധി ആകുമ്പോൾ അയാള് തൻ്റെ മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കാണാതെ രാഷ്ട്രീയ മതിൽക്കെട്ടുകൾക്ക് അപ്പുറമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലണം. അതിനിപ്പോൾ മരണ വീടുകളാണെങ്കിലും ശരി, കല്യാണ വീടുകളാണെങ്കിലും ശരി, ഇനി ഒരു രോഗിയെ സന്ദർശിക്കുന്നതാണെങ്കിലും ശരി, അതിനപ്പുറം മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിലാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന ചക്കുളത്തി മനോഭാവമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഇപ്പോൾ ഇങ്ങനെ ഒരു രോഗിയെ, കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിച്ചതിൽ
അതുകൊണ്ട് മാത്രം അയാൾ BJP-യിലേക്ക് പോവുകയാണ്, കോൺഗ്രസിന് അയാളെ വേണ്ട എന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ അത് ഈ അന്തംഗമ്മികളുടെ തലയിൽ നിന്ന് വരുന്ന ഈ പറയുന്ന ക്രിമിനൽ ബുദ്ധിയിൽ നിന്ന് വരുന്ന ചില എന്താ പറയേണ്ടത് കോപ്രായങ്ങൾ മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഇതിന്റെ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ BJP-യുമായി ചർച്ച നടത്തി, രാഹുല് കോൺഗ്രസ് വിടുന്നു, രാഹുൽ BJP-യുടെ സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ വരുന്ന ചർച്ചകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അന്തംഗമികളോട് പറയാനുള്ളത്, നിങ്ങൾ ആലോചിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുന്നത് പോലെ രാഹുലിനെ കോൺഗ്രസിന് വേണ്ടാതായിട്ടോ അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസിൽ ഇല്ലാതെയോ അല്ലെങ്കിൽ അയാൾ കളം മാറി ചവിട്ടിക്കൊണ്ട് BJP-യുടെ പാളയത്തിൽ കയറി ചെന്നുകൊണ്ടോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ട്, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ ചിന്താഗതിയാണ്, നിങ്ങളുടെ ഉദ്ദേശമാണ് എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും അയാൾ കോൺഗ്രസിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അയാൾ നടത്തുന്നുണ്ടെങ്കിൽ, അയാൾ ഒരു പൊതുപ്രവർത്തകനായി തുടരുന്നുണ്ടെങ്കിൽ അയാൾ കോൺഗ്രസിന്റെ കൂടെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കോ ഒരു പൊതുപ്രവർത്തനത്തിലേക്കോ രാഹുൽ മാങ്കൂട്ടം കടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുലിനെതിരെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി, ആ നടപടി എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ബോധ്യമുണ്ട് തനിക്കെതിരെ എടുത്തിരിക്കുന്നത് വെറും അച്ചടക്ക നടപടിയാണ് എന്ന് മാത്രമല്ല, തന്നെ ഇത്തരത്തിലൊരു നടപടി എടുക്കുക വഴി തന്നെ നേതൃത്വം സംരക്ഷിച്ച് പിടിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ള കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തർക്കവും വേണ്ട. നിങ്ങളിപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയിരുന്നു, അതുപോലെ തന്നെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു. ഈ വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനൊന്നുമല്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തും പാലക്കാട്ടെ MLA മാത്രം, അയാൾക്കുള്ള ആകെ ഒരു പദവി അത് മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അയാളുടെ ഈ MLA സ്ഥാനം തന്നെ രാജിവെക്കേണ്ട ഒരു അവസ്ഥ അയാൾക്കുണ്ടാകുമായിരുന്നു. അതും വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കനുസരിച്ച് അയാൾ ധാർമ്മികത മുൻനിർത്തി അയാൾക്കുള്ള ഈ MLA സ്ഥാനം അയാൾക്ക് രാജിവെക്കേണ്ട ഒരു ഗതികേട് അയാൾക്കുണ്ടാകുമായിരുന്നു. പക്ഷെ അയാൾക്ക് രക്ഷയായത് എന്താണ്? അയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമായതുകൊണ്ട് പാർട്ടി അയാളെ പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ടാണ് അയാൾക്കെതിരെ നടപടിയെടുത്തത്. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നടപടി എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് അയാൾക്ക് അനുകൂലമായ ഒരു നടപടി തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ കാര്യം നല്ല ബോധ്യമുള്ള വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. പിന്നെ 2026 ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ മത്സരിക്കുമോ അതോ രാഹുൽ മത്സരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുലിന് സീറ്റ് നൽകുമോ? ഇനി കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചുവട് മാറ്റുമോ, അതല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്നുണ്ട്. ഇവിടെ ആ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഇത്രയധികം സ്വീകാര്യനായതും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പിറവിയും അത് ഈ പാർട്ടിയുടെ ബേസിലാണ്, ഈ പാർട്ടിയുടെ തണലിലാണ് എന്നുള്ള കാര്യം അയാൾക്ക് നല്ല വ്യക്തബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തമായ ബോധ്യം അയാൾക്കുള്ളത് കൊണ്ട് അയാൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചുവടുമാറാനോ അയാൾ അവിടെ ഒരു സ്വതന്ത്രനായി മത്സരിക്കുവാനോ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാർട്ടി കോൺഗ്രസ് രാഹുലിനെ മത്സരിപ്പിച്ചാലും ഇല്ലെങ്കിലും രാഹുൽ കോൺഗ്രസിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അയാൾ മറ്റെവിടേക്കെങ്കിലും കാല് മാറിക്കൊണ്ട് വീണ്ടും പാലക്കാട്ട് മത്സരിക്കുവാനോ അതല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായിക്കൊണ്ട് പാലക്കാട്ട് മത്സരിക്കുവാനോ രാഹുൽ മാങ്കൂട്ടം തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ
ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള ഈ പറയുന്ന വക്രീകരണങ്ങളും കൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾക്ക് തളർത്താനോ കഴിയുമെന്നുള്ള അങ്ങനെ വല്ല ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അന്ധമായ ചില ഉറപ്പുകൾ അല്ലെങ്കിൽ ചില ഈ പറയുന്ന അഭിപ്രായങ്ങളുടെ പുറകെയുള്ള ചില വിലയിരുത്തലുകൾ മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്.